ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ 7-ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദനെ പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാരായിരുന്നു ജയനും വിജയനും. അവർക്ക് ലഭിച്ച ശാപത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് അവര് ഭൂമിയിൽ 2 അസുരന്മാരായിട്ട് ജനിച്ചത്. അതായത് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷനും. ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ അച്ഛനാണ്. ഹിരണ്യാക്ഷൻ അനുജനാണ്, ഹിരണ്യകശിപുവിന്റെ അനുജനാണ്. ഹിരണ്യാക്ഷനെ വധിച്ചത് വരാഹ അവതാരം പൂണ്ട മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വധിച്ചു. അതറിഞ്ഞ ഹിരണ്യകശിപുവിന് വളരെയധികം ദേഷ്യം തോന്നുകയും എങ്ങനെയെങ്കിലും മഹാവിഷ്ണുവിനെ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം അമ്മയായ ദിതിയെയും ഹിരണ്യാക്ഷന്റെ പുത്രന്മാരെയും ഭാര്യയുമൊക്കെ ആശ്വസിപ്പിച്ചതിനു ശേഷം തപസ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. ഹിരണ്യകശിപു സർവ ആധിപത്യവും അമരത്വവും നേടുന്നതിനായിട്ട് 36,000 മനുഷ്യവർഷം ജലപാനം പോലും ഇല്ലാതെ തപസ് ചെയ്യുന്നു. അതികഠിനമായ തപസ്സിന്റെ ചൂട് അങ്ങ് സ്വർഗം വരെ വ്യാപിച്ചു. ദേവന്മാർക്ക് ഒരു സമാധാനവും ഇല്ലാതെയായി. അവര് ബ്രഹ്മദേവനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അതികഠിനമായ തപസ്സാണ് ഹിരണ്യകശിപു ചെയ്യുന്നത്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്റെ തപസ് അവസാനിപ്പിക്കണമെന്ന് ബ്രഹ്മദേവനോട് പറയുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ ദേവന്മാരെ എല്ലാം സമാധാനിപ്പിച്ചതിനു ശേഷം ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവിടെ വള്ളിപ്പടർപ്പുകൾ മൂടിയ ഒരു പുറ്റല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ബ്രഹ്മദേവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലുവിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് ആ പുറ്റിൽ തളിച്ചപ്പോൾ ആ പുറ്റിൽ നിന്ന് ഹിരണ്യകശിപു പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഉയർന്ന് വന്നു. ആ പുറ്റിലിരുന്ന ഹിരണ്യകശിപുവിൻ്റെ ശരീരം മുഴുവനും എല്ലും തോലുമായി തീർന്നിരുന്നു. അത് മാത്രമല്ല, മാംസം മുഴുവനും ചിതല് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ബ്രഹ്മദേവന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ശരീരം ഉണ്ടായി. ബ്രഹ്മദേവനെ ഹിരണ്യകശിപു വന്ദിച്ചു. അതിനുശേഷം ബ്രഹ്മദേവൻ ചോദിക്കുന്നു, എന്ത് വരമാണ് വേണ്ടത്? അപ്പോൾ ഹിരണ്യകശിപു പറയുകയാണ്, അങ്ങ് സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ നിന്നൊന്നും എനിക്ക് മരണം സംഭവിക്കരുത്. അതുമാത്രമല്ല, കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചോ വെളിയിൽ വെച്ചോ ഭൂമിയിൽ വെച്ചോ രാത്രിയിലോ പകലോ ആകാശത്തു വെച്ചോ ആയുധങ്ങൾ കൊണ്ടോ എനിക്ക് മരണം സംഭവിക്കരുത്. ജീവനുള്ളവയിൽ നിന്നോ ഇല്ലാത്തവയിൽ നിന്നോ ദേവന്മാരിൽ നിന്നോ അസുരന്മാരിൽ നിന്നോ ഉരകങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ ഒരു ജീവജാലങ്ങളിൽ നിന്നോ എനിക്ക് മരണം സംഭവിക്കരുത്. യുദ്ധത്തിൽ എന്നെ ജയിക്കുവാൻ ആർക്കും സാധിക്കരുത്. സർവജീവജാലങ്ങളുടെയും അധിപനാകണം ഞാൻ. അങ്ങനെ ഒന്നുകൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത് എന്നാണ് ഈ അസുരൻ ബ്രഹ്മദേവനോട് പറയുന്നത്. അതുകൂടാതെ ഐശ്വര്യങ്ങൾ എനിക്ക് ഉണ്ടാകണം, ഒരായുധങ്ങൾ കൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ഇങ്ങനെ ധാരാളം ആവശ്യങ്ങൾ ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് പറയുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, നീ ചോദിച്ച വരങ്ങളെല്ലാം കൂടി ലഭിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. എന്നാലും നിന്റെ കഠിനമായ തപസ് പരിഗണിച്ചും നീ എൻ്റെ പൗത്രന്റെ പുത്രനായതുകൊണ്ടും ഞാൻ നിനക്ക് ഈ വരങ്ങളെല്ലാം തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ബ്രഹ്മദേവന്റെ പുത്രനായ മരീചിയുടെ മകനാണ് കശ്യപൻ. ആ കശ്യപന്റെ പുത്രനാണ് ഹിരണ്യകശിപു. അങ്ങനെ ആ വാത്സല്യം കൊണ്ട് ബ്രഹ്മദേവൻ ആ വരങ്ങളെല്ലാം ഹിരണ്യകശിപുവിന് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ വരങ്ങളും സിദ്ധിച്ച ഹിരണ്യകശിപു
വളരെയധികം അഹങ്കാരിയായി തീരുകയും എല്ലാ ലോകങ്ങളും കീഴടക്കി തൻ്റെ അധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്നു. താമസം സ്വർഗത്തിലാണ്. ഇന്ദ്രനെ പിടിച്ച് പുറത്താക്കി. അതുമാത്രമല്ല, ദേവന്മാരെ എല്ലാം തൻ്റെ അടിമകളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ധാരാളം ദുഷ്ടപ്രവർത്തികൾ അവൻ ഈ ലോകം മുഴുവനും ചെയ്യാനായിട്ട് തുടങ്ങി. മുനിമാർക്കൊന്നും തന്നെ സ്വതന്ത്രമായി യാഗം ചെയ്യുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൃത്യമായി യാഗമൊന്നും ചെയ്യാത്തത് കൊണ്ട് മഴയും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഭൂമിദേവി വിളയാതെയായി. അങ്ങനെ ധാരാളം കഷ്ടപ്പാടുകൾ എല്ലായിടത്തും ഉണ്ടായി. പക്ഷേ ഹിരണ്യകശിപു തൻ്റെ ആ ക്രൂര ഭരണം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇവന്റെ ഈ ക്രൂരമായ ഭരണം സഹിക്കുവാൻ സാധിക്കാതെ ദേവന്മാരും മുനിമാരും എല്ലാവരും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുകയും മഹാവിഷ്ണു അവരെ സമാധാനിപ്പിക്കുകയും അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. ഹിരണ്യകശിപുവിന്റെയും ഭാര്യയായ കയാധുവിന്റെയും മൂത്ത പുത്രനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ വലിയ വിഷ്ണു ഭക്തനായിരുന്നു. ഈ ദുഷ്ടനായ അസുരൻ, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്ര ശ്രേഷ്ഠനായ ഒരു വിഷ്ണു ഭക്തനായ ഒരു പുത്രൻ ഉണ്ടായത് എന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നാം. ആ കഥ കൂടി നമുക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം. അതായത് ഹിരണ്യകശിപു മന്ധര പർവ്വതത്തിൽ പണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് അതേവരെ പരാജിതരായി കഴിഞ്ഞു വന്നിരുന്ന ദേവന്മാർക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടാവുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ അവസരത്തിൽ ഹിരണ്യകശിപു അവിടെ ഇല്ല, അതുകൊണ്ട് ആ രാജ്യം, ആ അസുരന്മാരെ തോൽപ്പിക്കാം എന്ന് തീരുമാനിച്ചിട്ട് അവരെല്ലാവരും കൂടി വന്ന്, അതായത് ഈ ദേവന്മാരെല്ലാവരും കൂടി വന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്യുവാൻ കെൽപ്പുള്ള രാജാവ് അല്ലെങ്കിൽ നേതാവ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അസുരന്മാർ ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അവിടെ ദേവന്മാർ ജയിക്കുകയും ചെയ്തു. വിജയത്തിന്റെ ആ ലഹരിയിൽ ധർമ്മം മറന്ന ഇന്ദ്രൻ ഹിരണ്യകശിപുവിന്റെ പത്നിയായ കയാധുവിനെ ബലമായി പിടിച്ചുകൊണ്ടു പോകുവാനായിട്ട് തുടങ്ങുന്നു. ആ സമയത്ത് സർവോത്തമ നാരായണ ഭക്തനായ നാരദമുനി അവിടെ എത്തിച്ചേരുകയും ഇന്ദ്രനെ വഴക്കു പറയുകയും കയാധുവിനെ മോചിപ്പിക്കുകയും ചെയ്തു. നാരദൻ പിന്നീട് കയാധുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോന്നു, അവിടെ പാർപ്പിച്ചു. ആ സമയത്ത് കയാധു ഗർഭിണിയായിരുന്നു. ദിവസവും കയാധുവിനെ മുമ്പിലിരുത്തിക്കൊണ്ട് ബ്രഹ്മദേവന്റെ പുത്രനായ നാരദ മഹർഷി വിഷ്ണു സഹസ്രനാമങ്ങളും ജ്ഞാനമാർഗങ്ങളും ഭഗവാന്റെ പുണ്യമായ കഥകളും സ്തോത്രങ്ങളും ഗർഭസ്ഥ ശിശുവിന് മനസ്സിലാകുന്ന വിധം ഉപദേശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഹരിദ്വേഷിയായ ആ അസുരന്റെ ആ സന്താനം ഹരിഭക്തിയിൽ മനസ്സു മുഴുകി മാതാവിൻ്റെ ഉദരത്തിൽ കിടന്ന് വളർന്നു. മുനീശ്വരന്റെ ഉപദേശത്തിന്റെ അർത്ഥം യോഗ സൂക്ഷ്മ നാഡിയിൽ കൂടി ആ പ്രജയിലേക്ക് പകർന്നു. തപസ്സു കഴിഞ്ഞ് ഹിരണ്യകശിപു തിരിച്ചു വരുന്നതിനു മുമ്പ് തന്നെ കയാധു നാരദന്റെ സഹായത്തോടുകൂടി തൻ്റെ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ശുഭമുഹൂർത്തത്തിൽ ഹിരണ്യകശിപുവിന്റെ ഭാര്യ കയാധു ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കാഴ്ചയിൽ ആർക്കും ആഹ്ലാദം ജനിപ്പിക്കത്തക്കവണ്ണം അത്രയ്ക്ക് മനോഹരമായ രൂപത്തോടു കൂടിയ ആ പൈതലിന് പ്രഹ്ലാദൻ എന്ന് പിതാവ് തന്നെയാണ് നാമകരണം ചെയ്തത്. ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ വിഷ്ണു ഭക്തി അവനിൽ ഉണ്ടായിരുന്നു. അതാണ് ഒരു വലിയ ഹരിഭക്തനായി ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത്. അതിനു കാരണം നാരദ മഹർഷിയാണ്. അതുകൊണ്ടാണ് അത്ര വലിയ ശ്രേഷ്ഠനായ ഒരു വിഷ്ണു ഭക്തനായി പ്രഹ്ലാദൻ മാറിയത്. തന്റെ മൂത്തപുത്രനായ പ്രഹ്ലാദനോട് ഹിരണ്യകശിപുവിന് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. വളരെയധികം ലാളിച്ചാണ് അദ്ദേഹം തന്റെ പുത്രനെ വളർത്തിയത്. ഇദ്ദേഹം, അതായത് ഈ അസുരൻ,
വലിയ മഹാവിഷ്ണുവിൻ്റെ ശത്രുവായതിനാൽ, അതായത് ഹരിദ്വേഷി ആയതിനാൽ, തൻ്റെ രാജ്യത്ത് ആരും തന്നെ നാരായണായ നമ എന്ന് ജപിക്കരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞിരുന്നു. ഇനി ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓം ഹിരണ്യായ നമ എന്ന് ജപിച്ചു കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളെല്ലാം വളരെ ഭയന്നായിരുന്നു അവിടെ ജീവിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ മുതൽ ഓം നാരായണായ നമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഈ അസുരന് മനസ്സിലാവാതെ വരികയും എങ്ങനെയെങ്കിലും ഇവന് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ആചാര്യനായ, അതായത് അസുരന്മാരുടെ ആചാര്യനായ ശുക്രാചാര്യരെ വരുത്തുകയും പ്രഹ്ലാദന്റെ മനസ്സ് മാറ്റാനായി പറയുകയും അതുകൂടാതെ വിദ്യകൾ ഉപദേശിച്ചു കൊടുക്കാനായി പറയുകയും ചെയ്തു. അങ്ങനെ ശുക്രാചാര്യര് തൻ്റെ ആശ്രമത്തിലേക്ക് ഈ കുഞ്ഞു ബാലനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാരായ, അതായത് ശുക്രാചാര്യരുടെ പുത്രന്മാരായ ഷണ്ഡനും അതുപോലെ അമർക്കനും ആയിരുന്നു പ്രഹ്ലാദന്റെ ഗുരുക്കന്മാർ. ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു വിദ്യാഭ്യാസമൊക്കെ ചെയ്തിരുന്നത്. ധാരാളം കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഈ പുത്രന്റെ, അതായത് പ്രഹ്ലാദന്റെ ഈ നാരായണ ഭക്തി എവിടെ നിന്ന് വന്നു എന്ന് അവർ പരസ്പരം അന്വേഷിച്ചപ്പോൾ പ്രഹ്ലാദൻ തന്നെയാണ് പണ്ട് ഈ കാര്യങ്ങളെല്ലാം നാരദ മുനിയാണ് തനിക്ക് ഉപദേശിച്ചു തന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. എത്ര തന്നെ ഇവര് ശ്രമിച്ചിട്ടും ഹിരണ്യായ നമ എന്ന് ഈ കുട്ടി ജപിക്കുന്നില്ല. അപ്പോഴും നാരായണായ നമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. പലതരത്തിലുള്ള ക്രൂരമായ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടും നാരായണായ നമ എന്നല്ലാതെ മറ്റൊന്നും ഈ കുട്ടി ജപിച്ചതുമില്ല. അങ്ങനെ ഈ കുട്ടി തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നു. അവിടെ വെച്ചും ഈ നാരായണായ നമ എന്ന് അച്ഛൻ്റെ മടിയിലിരുന്ന് ഈ കുട്ടി ജപിക്കുന്നു. അതായത് വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഈ കുഞ്ഞ് കൊട്ടാരത്തിലേക്ക് വരുന്നു. പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അസുരൻ ചോദിക്കുകയാണ്, അതായത് അച്ഛനായ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, മകനെ, നീ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? തൻ്റെ നാമം പറയും എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. പക്ഷേ ഈ കുഞ്ഞ് രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് പറയുകയാണ്, ലോകരക്ഷകനായ ഭഗവാൻ നാരായണനോടുള്ള ഭക്തിയാണച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് പുരുഷനായ നാരായണനെ കുറിച്ചിട്ടുള്ള ജ്ഞാനമാണച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരുണ്യമൂർത്തിയായ ആ ജഗന്മയന്റെ പാദസേവയാണച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പോരേ പൂരം, നിർത്തൂ നിന്റെ പേവാക്കുകൾ. അഹങ്കാരി, എവിടെ നിന്നു നീ ഇതൊക്കെ പഠിച്ചു? ഇതാണോ നിന്നെ നിന്റെ ഗുരു പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രാചാര്യരുടെ മുഖത്തേക്ക് ആ ദുഷ്ടൻ നോക്കുകയാണ്. ശുക്രാചാര്യര് പേടിച്ചു വിറച്ചു. ഞങ്ങൾ ഇതൊന്നും പഠിപ്പിച്ചില്ല, പക്ഷെ എത്ര പറഞ്ഞിട്ടും ഈ കുട്ടി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പല തരത്തിലും അച്ഛൻ മകനെ പല കാര്യങ്ങളും പറഞ്ഞ് സ്നേഹത്തോടു കൂടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഉപദേശിച്ചു നോക്കുന്നു. പക്ഷേ മകൻ നാരായണ എന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. അങ്ങനെ ആനയെ കൊണ്ട് കുത്തി കൊല്ലിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. വിഷപ്പാമ്പുകളെ കൊണ്ട് കൊല്ലിക്കുവാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. വലിയ മലയുടെ മുകളിൽ നിന്നും എടുത്തു താഴേക്കെറിയുന്നു, പക്ഷെ അവിടെയും പരാജയപ്പെടുന്നു. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് പതിച്ച ആ കുമാരനെ ഭൂമിദേവി തൻ്റെ കൈകൾ കൊണ്ട് വാരിയെടുത്ത് ഉമ്മ വെക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഭാഗങ്ങളാണ് പ്രഹ്ലാദ ചരിതത്തിൽ ഉള്ളത്. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ഈ കൊച്ചിനെ പറഞ്ഞു തിരുത്താനും പറ്റുന്നില്ല, അതുപോലെ തന്നെ ഇതിനെ കൊല്ലാനും പറ്റുന്നില്ല. അങ്ങനെ ഈ അസുരൻ അങ്ങ് വശം കെട്ടു. അവസാനം ഇദ്ദേഹം മകന്റെ അടുത്തു ചെന്നിട്ട് ചോദിക്കുകയാണ്, 3 ലോകങ്ങളും വിറപ്പിക്കുന്ന എൻ്റെ വാക്ക് നീ ധിക്കരിക്കുന്നത് ആരുടെ ബലം കണ്ടിട്ടാണ്? നിന്നെ ഇനി ഒരു നിമിഷം പോലും ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയില്ല, ഞാൻ തന്നെ നിന്നെ കൊല്ലുന്നതായിരിക്കുമെന്ന് ഈ ദുഷ്ടൻ
മകന്റെ മുഖത്തു നോക്കി പറയുന്നു. അതായത് പല ആളുകളെ കൊണ്ട് കൊല്ലിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും മരിക്കുന്നില്ല, ഇനി ഞാൻ തന്നെ വക വരുത്തിയേക്കാം എന്ന ചിന്തയിലാണ് അങ്ങനെ പറഞ്ഞത്. ഹിരണ്യകശിപുവിന്റെ രൗദ്രഭാവമോ വധഭീഷണിയോ പ്രഹ്ലാദനെ ഒട്ടും തന്നെ ഭയപ്പെടുത്തിയില്ല. ശാന്തമായ ആ സ്വഭാവത്തിൽ തൊഴുതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആ കുഞ്ഞുബാലൻ പറയുകയാണ്, മഹാരാജാവേ, ഏതൊരുവനാണോ ഈ ബ്രഹ്മാണ്ടമെല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ് എൻ്റെ ബലം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ള ഏതൊരുവനാണോ നിന്നെ രക്ഷിക്കുന്നത് അവൻ എവിടെ എന്ന് ധിക്കാരത്തോടുകൂടി അച്ഛൻ ചോദിക്കുന്നു. അപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, അവൻ എല്ലായിടത്തുമുണ്ട് എന്ന് പറയുന്നു. ഉടൻ തന്നെ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എന്നാൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ മുമ്പിൽ നിന്ന തൂണ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, ഉണ്ട്, അവൻ ആ തൂണിലുമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഒന്ന് കാണണമല്ലോ, നിന്നെ രക്ഷിക്കുന്ന അവനെ കൊന്നിട്ടാകാം നിന്നെ കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തൂണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് വെട്ടുന്നു. ഹിരണ്യകശിപു സർവശക്തിയും എടുത്തുകൊണ്ട് സഭാമണ്ഡപത്തിന്റെ ആ വലിയ തൂണിൽ ആഞ്ഞ് അടിക്കുന്നു. അപ്പോൾ അതിഭയങ്കരമായ ഒരു ശബ്ദമാണ് അവിടെ ഉണ്ടായത്. ആ ശബ്ദം ബ്രഹ്മസഭയെ പോലും പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാവ് പോലും ഭയപ്പെട്ടു പോയി. അസുര സേനാധിപന്മാർ വിറച്ചു. ഭൂമി കുലുങ്ങി. അസുരഭടന്മാർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഒളിച്ചു. സർവലോകങ്ങളും വിറച്ചു. എന്നാൽ ഹിരണ്യകശിപുവിനു മാത്രം ഒരു കൂസലും ഉണ്ടായില്ല. പ്രഹ്ലാദൻ ഇങ്ങനെ നോക്കി നിന്നു, എന്താണിവിടെ സംഭവിക്കുന്നത് എന്ന്, എവിടെ നിന്നാണ് ഈ ശബ്ദമുണ്ടാകുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹിരണ്യകശിപു സഭാതലത്തിലേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ ആ തൂണ് നെടുകെ പിളർന്ന് വിചിത്രവും ഭീകരവുമായ ഒരു രൂപം പുറത്തേക്ക് വന്നു. മനുഷ്യനല്ല, മൃഗമല്ല, ബ്രഹ്മാവിന്റെ സൃഷ്ടിയല്ല, അരക്കെട്ടിനു മുകളിൽ സിംഹത്തിന്റെ രൂപം, അരയ്ക്ക് താഴോട്ട് മനുഷ്യരൂപം, അരയിൽ മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് ആ രൂപം ആകാശം മുട്ടെ വളർന്നു. കത്തിജ്വലിക്കുന്ന കണ്ണുകൾ, പ്രകാശം പരത്തുന്ന കുഞ്ചിത രോമങ്ങൾ, കത്തി പോലെ തിളങ്ങുന്ന ഉഗ്രമായ ദംഷ്ട്രകൾ, നാക്ക് പുറത്തേക്ക് നീട്ടി ഇട്ടിരിക്കുന്നു. ഗുഹ പോലെയുള്ള നാസാരന്ധ്രങ്ങൾ, അനേകം കൈകൾ, വിരലുകളിൽ വളഞ്ഞു കൂർത്ത നഖങ്ങൾ, 4 കൈകളിൽ ശംഖുചക്ര ഗദാ പത്മങ്ങൾ. ഇതെന്തു രൂപം എന്ന് അന്താളിച്ചു കൊണ്ട് നിൽക്കുന്ന ഹിരണ്യകശിപുവിന്റെ നേർക്ക് ആ നരസിംഹം നടന്ന് അടുക്കുന്നു. പരിസരബോധം വന്നപ്പോൾ അസുര ചക്രവർത്തി ഗദയുമായി നരസിംഹ രൂപത്തിന്റെ നേരെ അലറിക്കൊണ്ട് ചാടുന്നു. ഗരുഡൻ പാമ്പിനെ എന്നതുപോലെ നരസിംഹം ഹിരണ്യകശിപുവിനെ ചുറ്റിപ്പിടിക്കുന്നു. പിന്നെ പിടിവിട്ടു പോകുവാൻ അനുവദിച്ചു. പകലൊടുങ്ങി, സന്ധ്യയാവാൻ അല്പം സമയം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിടി വിട്ടുകൊടുത്തത്. പിടി വിടുവിച്ചു പോകുവാൻ സാധിച്ചത് കൊണ്ട് ഈ ജീവിക്ക് തന്നോട് എതിർക്കുവാൻ ശക്തി പോരാ എന്ന് ആ നിമിഷവും ഹിരണ്യകശിപു അഹങ്കരിച്ചു. തന്റെ വരബലത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുകയും ആ ദുഷ്ടൻ ചെയ്യുന്നു. പകലും രാത്രിയുമല്ലാത്ത സന്ധ്യയാകുവാൻ ഭഗവാൻ കാക്കുകയാണ് എന്ന് ആ അഹങ്കാരിക്ക് ആ നിമിഷം മനസ്സിലായതും ഇല്ല. വാളും പരിചയും വീശി ആ അസുരൻ മേലും കീഴും ചാടിക്കൊണ്ടിരുന്നു. ഒട്ടുനേരം ഭഗവാൻ അവനെ അങ്ങനെ വെറുതെ വിട്ടു. അവൻ അല്പസമയം കൂടി അങ്ങനെ ചാടട്ടെ. പിന്നെ നരസിംഹം ഉഗ്രമായി അലറി. അതുകേട്ട് ഭയന്നു പോയ അസുര ചക്രവർത്തിയെ നരസിംഹം വീണ്ടും പിടികൂടുന്നു. അപ്പോൾ സമയം സന്ധ്യയായിരുന്നു. കൈകളിൽ കിടന്നു പിടയുന്ന ഹിരണ്യാക്ഷനെയും കൊണ്ട് നരസിംഹം വാതിൽപ്പടിയിൽ കയറി ഇരിക്കുന്നു. കെട്ടിടത്തിനകത്തല്ല പുറത്തല്ല അവനെ തൻ്റെ മടിയിൽ മലർത്തി കിടത്തി അസുരന്റെ മാറും വയറും തൻ്റെ ആ കൂത്ത നഖങ്ങളാൽ പിളർന്ന് കുടൽമാലയെടുത്ത് സ്വന്തം കഴുത്തിലേക്കിടുന്നു സാക്ഷാൽ വൈകുണ്ഠമൂർത്തി. ഹൃദയം പറിച്ചെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നു. ആയുധം ഉപയോഗിച്ചില്ല. ശവശരീരം തറയിലേക്ക് വലിച്ച് എറിയുന്നു.
ധൈര്യം സംഭരിച്ച് ചുറ്റിനും വന്നെത്തിയ അസുരസേനാ നായകന്മാരെ അടിച്ചും ചവിട്ടിയും ആ മൂർത്തി കൊല്ലുന്നു. പിന്നെ ഹിരണ്യകശിപുവിന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കുന്നു. ദേവന്മാർ പൂമഴ പെയ്യിച്ചു. ആകാശത്ത് ദേവവാദ്യങ്ങൾ മുഴങ്ങുന്നു. അപ്സരസുകൾ നൃത്തം ചെയ്തു. നരസിംഹമൂർത്തിയെ കാണുവാനായി, അതായത് അത്ഭുതകരമായ ആ രൂപം കാണുവാനായി ബ്രഹ്മദേവനും മഹേശ്വരനും ഇന്ദ്രനും മറ്റു ദേവന്മാരും ഋഷിമാരും നാഗങ്ങളും ഗരുഡനും വിഷ്ണുദൂതന്മാരും എല്ലാവരും എത്തിച്ചേരുന്നു. പക്ഷേ അപ്പോഴും നരസിംഹമൂർത്തിയുടെ ആ രൗദ്രഭാവം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആർക്കും അടുത്തു ചെല്ലുവാൻ ധൈര്യമുണ്ടായില്ല. അവർ ദൂരെ മാറി നിന്ന് പ്രത്യേകം ഭഗവാനെ സ്തുതിച്ചു. നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ലക്ഷ്മി ദേവിയെ പറഞ്ഞയക്കുവാൻ ബ്രഹ്മാവും മറ്റും ശ്രമിച്ചു. പക്ഷേ ദേവിയും പോയില്ല. ഭക്തനായ പ്രഹ്ലാദനെ കൊണ്ടല്ലാതെ മറ്റാർക്കും ആ ഉഗ്ര നരസിംഹമൂർത്തിയെ ശാന്തനാക്കുവാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ ആ ബാലന്റെ അരികത്തു ചെന്നിട്ട് വാത്സല്യത്തോടുകൂടി പറയുകയാണ്, പുത്ര പ്രഹ്ലാദകുമാര, കോപിഷ്ഠനായിരിക്കുന്ന നരസിംഹമൂർത്തിയെ നീ ഒന്നു പോയി സമാധാനപ്പെടുത്തൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ ഈ ലോകം നശിക്കും. കുഞ്ഞെ, നീ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലൂ. ഭക്തനായ നിന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കോപം താനേ ശമിക്കും. ബ്രഹ്മാവായ ഞാനാണ് നിന്നോട് ഇത് പറയുന്നത്. ചെല്ലു കുമാര, പേടിക്കാതെ ചെല്ലു. അദ്ദേഹം സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നിന്റെ നാരായണനാണ്. ഇങ്ങനെ നാരദൻ പ്രഹ്ലാദനോട് പറയുകയും പ്രഹ്ലാദൻ നാരായണ നാമം ജപിച്ചു തൊഴുതുകൊണ്ട് നരസിംഹമൂർത്തിയുടെ അടുക്കലേക്ക് സാവകാശം നടന്നു ചെല്ലുകയും ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ട് തനിക്ക് അറിയാവുന്ന രീതിയിൽ വൈകുണ്ഠപതിയെ ആ കുഞ്ഞ് വാഴ്ത്തി സ്തുതിച്ചു. അതിനുശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ അദ്ദേഹത്തിന്റെ തൃപ്പാദ മലരുകളിൽ വീണ് നമസ്കരിച്ചു. കണ്ണുനീരുകൊണ്ട് ആ തൃപ്പാദങ്ങൾ കഴുകി അദ്ദേഹത്തെ സ്തുതിച്ചു. തന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പ്രഹ്ലാദകുമാരനെ കണ്ടപ്പോൾ കരുണാനിധിയായ ഭഗവാന്റെ മുഖത്ത് വ്യാപിച്ചിരുന്ന ആ രൗദ്രഭാവം മാറി മറയുകയും ആ സ്ഥാനത്ത് ഭക്തവാത്സല്യം തുളുമ്പിയ ഒരു മന്ദഹാസം തെളിഞ്ഞു വരികയും ചെയ്യുന്നു. കോപം കൊണ്ട് ജ്വലിച്ചിരുന്ന ആ രൂക്ഷ നയനങ്ങൾ ശാന്തമായി തീർന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കൃപാരസം വഴിഞ്ഞ് ഒഴുകുന്നു. അദ്ദേഹം ആ കൊച്ചുബാലനെ തൻ്റെ തൃക്കരങ്ങളാൽ വാരിയെടുത്ത് ആശ്ലേഷിച്ചുകൊണ്ട് അവന്റെ ശിരസിൽ 1000 ചുംബനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. ഭക്തനോടുണ്ടായ ആ കാരുണ്യത്താൽ തീ പോലെ ജ്വലിച്ചു കൊണ്ടിരുന്ന ഭഗവാന്റെ ആ കണ്ണുകൾ, അരണ്ടു കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ അടർന്ന് വീഴുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം കണ്ടപ്പോൾ ബ്രഹ്മാവിന്റെയും മറ്റു ദേവന്മാരുടെയും കണ്ണുകളിലും സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറഞ്ഞു. നിഷ്കാമവും നിഷ്കളങ്കവുമായ ഭക്തിയായിരുന്നു ആ കുഞ്ഞിന് ഉണ്ടായിരുന്നത്. ഭഗവാൻ അവനോട് സ്നേഹത്തോടുകൂടി ദയോടുകൂടി ചോദിക്കുകയാണ്, പുത്ര, നിനക്കെന്തു വരമാണ് വേണ്ടത്, ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നു. പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ, അടിയന് ഒന്നിനോടും മോഹമില്ല. അതുകൊണ്ട് അടിയന് വരമൊന്നും ആവശ്യമില്ല. കാമക്രോധാദി വികാരങ്ങളോ പാപചിന്തകളോ അടിയന്റെ മനസ്സിൽ കയറരുത്. കൂടാതെ അടിയന്റെ പിതാവ്, അദ്ദേഹം എത്ര തന്നെ ദുഷ്ടനാണെങ്കിലും അടിയന്റെ അച്ഛനാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങൾ തീർത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം അവിടുന്ന് നൽകണം. അസുര രാജാവായിരുന്ന അദ്ദേഹം ദേവപ്രിയനായ അവിടുത്തോട് വൈരം കാണിച്ചത് വംശസ്നേഹം കൊണ്ടാണ്. മകനായ അടിയനോട് കാണിച്ച വൈരാഗ്യത്തിനും കാരണം അത് തന്നെയാണ്. കൂടാതെ അവിടുത്തെ സാക്ഷാൽ രൂപത്തിൽ അടിയന് അനുഗ്രഹം നൽകണം എന്ന് പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട്
പറയുന്നു. ഭഗവാൻ മഹാവിഷ്ണു പ്രഹ്ലാദനെ വീണ്ടും ആശ്ലേഷിക്കുന്നു. കുമാര, നിന്റെ നിഷ്കാമമായ ഭക്തി നിന്നെ ലോകോത്തമ ഭക്തനും പുണ്യവാനും ആക്കി ഇപ്പോഴേ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. നീ മൂലം നിന്റെ പിതാവും സർവപിതൃക്കളും പാപമോചിതരും വിശുദ്ധരുമായി തീരുന്നതാണ്. നിന്റെ അച്ഛൻ ഒടുവിൽ എന്നിൽ തന്നെ വന്ന് വിലയം പ്രാപിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ പൂർവചരിത്രം നാരദൻ നിന്നെ പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യും. എന്റെ സാക്ഷാൽ രൂപത്തിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ദർശിക്കുവാനുള്ള അനുഗ്രഹവും ഞാൻ നിനക്ക് നൽകുന്നു. ഈ മന്വന്തരം മുഴുവനും നീ അസുര ചക്രവർത്തിയായി വാഴുകയും എന്റെ ഭക്തന്മാരിൽ സർവോത്തമനായി ഭവിക്കുകയും പുരുഷാർത്ഥം സാധിച്ച് അവസാനം മുക്തിപദം നേടി എന്നിൽ വന്നു ചേർന്നു കൊള്ളുക എന്ന് അനുഗ്രഹിച്ചതിനു ശേഷം ഭഗവാൻ ശ്രീനാരായണ രൂപത്തിൽ ആ കുഞ്ഞിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചതിനു ശേഷം ഭഗവാൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും കൂടിച്ചേർന്ന് പ്രഹ്ലാദകുമാരനെ അസുര രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന നരസിംഹ അവതാരം. പ്രഹ്ലാദന്റെ ആ ഭക്തി കൊണ്ട് ഹിരണ്യകശിപുവിനും അദ്ദേഹത്തിന്റെ പിതൃക്കൾക്കുമെല്ലാം മോക്ഷം നേടുവാനും സാധിച്ചു എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. എന്തുകൊണ്ടാണ് തൻ്റെ അച്ഛൻ ഇപ്രകാരം ചെയ്തത് എന്നുള്ള ആ ഒരു ബോധം ആ കുഞ്ഞിന് ആ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ പ്രഹ്ലാദകുമാരൻ ഇത്ര വലിയ ഒരു ഹരിഭക്തനായി തീർന്നത്, വിഷ്ണു ഭക്തനായി തീർന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക. അതായത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തും ചെറിയ പ്രായത്തിൽ തന്നെ ഹിന്ദുമത വിശ്വാസങ്ങൾ അവരിൽ വളർത്തിക്കൊടുത്തും ഭാഗവതവും രാമായണവും അതുപോലെ തന്നെ ഭഗവത്ഗീതയും ഒക്കെ പഠിപ്പിച്ചും മുമ്പോട്ട് കൊണ്ടുപോയാൽ അവരും സർവോത്തമന്മാരായി തീരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ഈ കഥയിലൂടെ പഠിച്ചത്. നമ്മളാണ് നമ്മുടെ കുട്ടികളെ എങ്ങനെയാക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു, കുഞ്ഞുങ്ങൾ അവരുടെ വഴിയെ അവരും ജീവിക്കുന്നു. അവസാനം അവർക്ക് അവരവരുടെ വഴി തെറ്റിപ്പോയി കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് നാമം ജപിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ചെറുപ്പകാലത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനാണ് മാധവത്തിലൂടെ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങളിത് കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി വിളിച്ചിരുത്തി കേൾപ്പിക്കണം. അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കഥ മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.